നോക്കും അതെ പെട്ടെന്ന് എടേ നീ പുളി മുഴുവനും പറിച്ചു തിന്നു. ഞാൻ ഈ നെല്ലിപ്പുളി ഉണ്ടായപ്പോൾ തൊട്ട് ആഗ്രഹിക്കണാണ് ഇച്ചിരി ചെമ്മീൻ വിട്ട് വെക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് പറിച്ചു തിന്നുകയും ചെയ്യും. അച്ഛമ്മ 2-3 പുളി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലാസ്റ്റത്തെ പുളിയാട്ടാ, ഇതൊന്നും ചോദിച്ചേക്കരുതേ. എന്നാ ഒരെണ്ണം കൂടി ഉണ്ട്, കഴിച്ചോ. അത് രസമുണ്ടല്ലേ. പുളിയിട്ട് വെച്ചിരുന്നെങ്കിലേ അടിപൊളി കറിയായിരുന്നു. എന്നാ ചെയ്യും ഇപ്പം? നെല്ലിപ്പുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. രസമാണ്. പക്ഷേ നെല്ലിപ്പുളി കിട്ടുമ്പോൾ ചെമ്മീൻ ഉണ്ടാകില്ല, ചെമ്മീൻ കിട്ടുമ്പോൾ നെല്ലിപ്പുളി ഉണ്ടാക്കി. എന്ത് ചെയ്യാൻ? എന്നാ ഒരു കാര്യം പറയട്ടെ പറയട്ടെ. ആ എന്താണ് കൊച്ചാ പറ. ദേ എനിക്കേ ഈ നെല്ലിപ്പുളി കിട്ടുന്ന ഒരു സ്ഥലം അറിയാം. അതെവിടെ? അതാലേ എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തരൂ. പറ വച്ചേ. അവിടെ ഒരു തുരുത്തുണ്ടല്ലോ അച്ഛാമ്മേ, അവിടെ ഉണ്ടെന്ന്. വാലുവിളയിൽ തുരുത്തില്ല? ഇവിടെ വീശാമ്പന്റെ ചേട്ടന്മാരില്ലേ, പറിച്ചോണ്ട് പോണ ഞാൻ കണ്ടായിരുന്നു. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും അത് പോയി പറിച്ചോണ്ട് വന്നിട്ട് കറി വെക്കാം. ഈ പൊട്ടവെള്ളത്തിലാണോ നമ്മൾ പോണ? ഞാൻ പിന്നെ അല്ലാതെ അത്രയും ദൂരം പോണ്ടല്ലേ. ഈ ഓമന കാണാത്ത കായൽ ഇവിടെ ഏതാണുള്ളത്? അച്ഛാമ്മനെ ബിഗ് ബി സിനിമയിലെ ഡയലോഗാണല്ലോ അടിക്കണ. അച്ഛാമ്മേ നല്ലോണം വെള്ളം കയറുന്നുണ്ട് കേട്ടാ, മുങ്ങൻ തോന്നണേട്ടാ. എന്റെ കരുനാക്ക് വളച്ചൊന്നും മിണ്ടാതിരിക്കും. അച്ഛാമ്മക്ക് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിയില്ലാട്ടാ. സാരമില്ല. നമുക്കെന്നാ ഈ വെള്ളം കൊടുത്തിട്ട് ഒരു ബോട്ട് വാങ്ങിക്കാം. പിന്നെ വള്ളത്തിൻ്റെ കോളടക്കാൻ നിവർത്തിയില്ല, പിന്നെയാണെങ്കിൽ ബോട്ട്. പിന്നെ ഒരു ബോട്ടുകാരനെ കൊണ്ട് ഞാൻ കെട്ടിക്കാം. അടുക്കള വേല അറിയാൻ മേലാത്തൊരു പെങ്കൊച്ചിൻ്റെ വിവാഹാലോചന ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ബോട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാം. വള്ളത്തേക്കാറുണ്ട്. പിടിച്ചിടാൻ ആളുണ്ടായിരുന്നെങ്കിലേ നമുക്ക് അപ്പുറത്തേക്ക് വെള്ളം പിടിച്ചിടായിരുന്നു. ആളില്ലല്ലോ. ദൈവത്തിനറിയാം. അച്ചമ്മ പോയിക്കോ, ഞാൻ വന്നില്ല. വാ, കയറിക്കോ. ആ പങ്കായ ആദ്യം കേട്ടിട്ട് ആ പാള ഇതാ. പാള അല്ല, മങ്കായല്ല, പാള. വങ്കായ അതിനകത്തിട്ടോ. ഇതേ കാലിൻ്റെ അടുത്തൊരു പാളയുണ്ട്. പോവാ. ഇനിയൊന്നും എഴുന്നേക്കണ്ട, അവിടെ അങ്ങനെ തന്നെ പിടിച്ചിരുന്നു. എന്താ അങ്ങനെ ഇത് മറിഞ്ഞത് നോക്കല്ലേ, വെള്ളം മറിയും. കണ്ടക്കടവ് ഏരിയല്ലേ? കണ്ടക്കടവ്. പപ്പ് വളയാനായിട്ട് വല ഇട്ടേക്കണണ്ട. നമ്മളിതിൽ തന്നെ കയറി പോവുക. ഇതിനകത്ത് കൂടി കണ്ട് കയറും. പടിഞ്ഞാറ് വശം. എവിടെ? മുട്ടുവാ. കൈയ്യെട്, ഇറങ്ങിക്കോ. എന്ത് രസമല്ലേ ചാമേ? നല്ല രസമായിരിക്കും ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ താമസിക്കാൻ. താമസിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ പോക്കും വരവേ വള്ളത്തിലൊക്കെ വരണം.
നമുക്ക് ഇച്ചിരി ഉപ്പിലിടാനും കൂടി എടുക്കാട്ടോ. കൊള്ളാം. നമ്മൾ വരാൻ താമസിച്ചു പോയി. കുറേ പുളി കൊഴിഞ്ഞ് താഴത്ത് കിടപ്പുണ്ട് കണ്ട. നേരത്തെ വന്നായിരുന്നെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് നേരത്തെ വെക്കാം. സമയം നിറഞ്ഞ് താഴ്ത്തു പോണു. ചൂടി ഉണ്ടടി. ആ മരം വെളുത്ത് കേട്ടോ. വന്നേ അല്ല പാമ്പും ഉണ്ടാകും കേട്ടോ. ഇത് പാമ്പും ഇല്ല, ചേരയില്ല, ഒന്നുമില്ല. അഥവാ പാമ്പുണ്ടെങ്കിൽ നമ്മളെ വിഴുങ്ങിയൊന്നുമില്ല. അതാണ് പറഞ്ഞത്. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. എടി കൊച്ചേ, നമ്മുടെ വെള്ളം അവിടെ കിടപ്പണ്ട അല്ലെ? ഒഴുകി പോയാ? വെള്ളം മുങ്ങാൻ പോണ ചമ്മേ. വെള്ളം മുങ്ങിയാലേ എൻ്റെ പുളി കളയരുത്. മുങ്ങിപ്പോയ എന്തി? മുങ്ങിപ്പോയ വെള്ളത്തിലുണ്ടാവും. പേടി വന്നില്ലേ? ഇങ്ങോട്ടുണ്ട്. എനിക്കറിയാൻ സൈഡിൽ തുടങ്ങിയാൽ മതി. സമാധാനം. ചടി ഇറങ്ങിക്കോണം. ഞാൻ അടുപ്പിക്കട്ടെ, എന്നെ മുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിക്കും. പൊന്നു രക്ഷപ്പെട്ട്. ഇവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം കണ്ട. 12 മണിയായി. എപ്പോ കഴിക്കാനൊക്കെ റെഡി ആയിട്ട്. ഈ പുളി ഈ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ കറിയായി ഇതൊന്ന് കിളുത്താ കുറച്ചെടുത്തേ. നല്ല വലിയ തെളിച്ചമ്മനാണല്ലോ ചമ്മേ. അതൊരു തെള്ളിച്ചമ്മനല്ല, ചൂടൻ ചെമ്മീനാ. ചൂടനും നാരനും ആണത്. അയ്യോ, ചൂടൻ ചെമ്മനാണോ? എനിക്കിത് അറിയാമല്ല. അച്ഛമ്മനെ വിളിക്കോ. വേല മടിച്ചാണ്. കിള്ളടി കിളിക്ക്. ഇത് ചൂടൻ ചെമ്മനാങ്ങോട്ട് ഇതിലൊരു ചൂടില്ലല്ലോ ചമ്മ. നല്ല തണുപ്പുണ്ട്. എൻ്റെ കായ്ക്ക് നല്ല ചൂടുണ്ട്. പൊളിക്ക്. എൻ്റെ ചമ്മ എനിക്ക് കുറച്ച് ചെമ്മീൻ ഞാൻ വറുത്ത് കഴിച്ചോളാം. എനിക്ക് അങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം. ഇപ്പം ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്, രസം ഉണ്ടാകുമെന്ന് കാണാം. എരുമറുത്ത് തേങ്ങ അരച്ചിട്ട് വന്നേ. തേങ്ങ ചരണ്ട് വെച്ചിട്ടുണ്ടോ? തേങ്ങ അവിടെ കിടപ്പുണ്ടോ? പൊതിച്ചെടുക്ക്. അച്ചാമ്മി ഇടക്കാട്ടനെ അടിമനെ പോലെ ആട്ടാ കാണണേ. അച്ചാമ്മേ അവിടെ ഒരു കൊക്കിരിക്കണ കണ്ടാ? കണ്ടാ? എൻ്റെ പൊന്നു വെച്ച് അതവിടെ എങ്ങാനും ഇരിക്കട്ടെ. ഞാൻ അതിനെ പിടിച്ചിട്ട് എനിക്കുണ്ടത് തിന്നാനും നേരെയില്ല. ഈ പുളിക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടാന്ന് നോക്കിയേ. ചൂട് പൊട്ടിച്ചിട്ട് കൊള്ളാം. ഉപ്പുണ്ട് അത്യാവശ്യം. പോയേ ചോറെടുത്ത് വെക്ക്. ഇത് താളിച്ച് കഴിഞ്ഞ ഉടനെ കറി റെഡി.
ചമ്മ നമുക്ക് ബാക്കിയിരിക്കണ പുളിയും കൂടി ഇല്ലേ ഉപ്പിലിടാട്ടാ നാളെ. അപ്പോൾ നിനക്ക് നാളെ കോളേജിൽ പോകണ്ടേ? എങ്ങനെ പോകാനാണ്? ആയിരമല്ലൂര് തൊട്ട് അരൂര് വരെ വണ്ടിയൊന്നും ഓടുന്നില്ലല്ലോ. നശൂലം പിടിച്ച റോഡാണെന്ന് അറിയാമല്ലോ, ആളുകൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിരിക്കും. കറങ്ങാണ്ടിട്ടെ 3 മണി. ഇതേ ചോറ് റെഡിയായി, കറി റെഡിയായി. ഇനി എന്താ, ഒന്ന് കഴിച്ച് നോക്കിക്കേ. സംഗതി സൂപ്പറായിട്ടുണ്ട്. കൊള്ളാല്ലേ? സൂപ്പർ കറിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അല്പം കഴിക്കേ. ഒക്കെ നെല്ലിപ്പുളിയും കൂടി ഒന്ന് നട്ടു വെക്കണം. നല്ലതിനും പുളിയാണത്. നമ്മുടെ ഇതിൽ പുളി കുറവാണ്. വലിയ പുളിയല്ലേ?